എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക തോരൻ. ചക്കയുടെ സീസൺ വരാൻ പോകുന്നു അല്ലേ? ഇടിച്ചക്ക ഉപയോഗിച്ച് എങ്ങനെ തോരൻ വയ്ക്കുന്നു എന്ന് നോക്കാം. തോരന് വേണ്ടിയിട്ടുള്ള ചക്ക എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് വെച്ചാൽ, 1 മാസത്തോളം മൂപ്പാകുന്ന ചക്ക. ഇങ്ങനെ പറഞ്ഞിട്ട് 1 മാസമായില്ല, 28 ദിവസമേ ആയുള്ളൂ, അല്ലെങ്കിൽ 34 ദിവസം കഴിഞ്ഞു പോയി എന്നൊന്നും പറഞ്ഞാരും വരരുത്. പിഞ്ച് ചക്ക അല്ലെങ്കിൽ പൊട്ട് ചക്ക എന്നിങ്ങനെ പറയില്ലേ, ആ പരുവമാകുമ്പോഴാണ് ഇടിച്ചക്ക എടുക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗത്ത് മുള്ള് മാത്രം കളഞ്ഞ് ബാക്കി എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് വേവിച്ച് ഇടിച്ചെടുക്കുന്നതിനെയാണ് ഇടിച്ചക്ക അല്ലെങ്കിൽ ഇടിയൻ ചക്ക എന്ന് പറയുന്നത്. ചക്കയുടെ മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ ചക്കയൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്പം എണ്ണ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ തേക്കുന്നത് കയ്യിൽ ചക്കയുടെ അരക്ക് പറ്റാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ചക്ക ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ഉപ്പും ചെറിയ കപ്പ് അളവിന് 2 കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചക്കയുടെ മുള്ളൊഴികെ ഒരു ഭാഗവും നമ്മൾ കളയുന്നില്ല. ചക്കക്കുരുവും ചക്കയുടെ കൂഞ്ഞിലും എല്ലാം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് ചതച്ച് വെക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 8-10 കാന്താരി, പച്ചമുളകാണെങ്കിൽ 3-4 എരിവിനനുസരിച്ച് മാറ്റം വരുത്താം, 2 തണ്ട് കറിവേപ്പില, 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണേലും ചേർക്കാം. ഇനി 8 വെളുത്തുള്ളി, 10-12 ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഈ അരപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. എയർ എല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇനി കുക്കർ തുറന്ന് കഷ്ണങ്ങളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അടിയിലുള്ളത് കൊണ്ടാണ്. അതും കൂടെ വെച്ച് നമ്മൾ ഇടിക്കുവാണെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകും. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഈ കഷ്ണങ്ങൾ എടുത്ത് മാറ്റാം. ഇനി ഈ കഷ്ണങ്ങൾ നമുക്ക് നല്ല കട്ടിയുള്ള ഒരു തടിത്തവി കൊണ്ട് ഒന്ന് ഇടിച്ച് ചതച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള തവി ഇല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന കോലുപയോഗിച്ചും ഇടിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 ചെറിയ ഉള്ളി അരിഞ്ഞതും 3 വറ്റൽമുളക് 2ആയി മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറും വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 2 മിനിറ്റ് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം എടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്